ഈസ്റ്ററിൻ്റെ അവധി വരാൻ വേണ്ടി പോകണം. അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകും. രാവിലെ എന്തായാലും എല്ലാവരും കൂടി എണീറ്റ് ക്ലാസ്സിൽ പോയി. ഇതൊക്കെയാണ് ആ ബെഞ്ചിൽ നടക്കുന്നത്. എനിക്കോ പിന്നെക്കോ എന്തായാലും അവസാനത്തെ പീരീഡ് വരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരും രണ്ടുപേരെയും കൊണ്ട്. സോറി പറഞ്ഞില്ല ഞാൻ. സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിരുന്ന് ചിരിക്കുന്നത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ എണീറ്റ് നിൽക്കലാണ് ക്ലാസ്സിൽ ഓരോരുത്തർ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ. ഇന്നിപ്പോൾ പോകുന്നതായതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അധികം ചോദ്യം ചോദിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മര്യാദക്ക് ഇരിക്കാൻ പറ്റി ക്ലാസ്സിൽ. ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നു, ഫുഡെല്ലാം കഴിച്ചു, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ റെക്കോർഡ് സബ്മിഷൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ആദ്യത്തെ ടൈം ഞങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത്തിരി ടാസ്ക് ആയിരുന്നു സൈൻ കിട്ടാൻ വേണ്ടി. ഓടി നടക്കുമായിരുന്നു. പക്ഷെ എന്തായാലും ഇത്തവണ പെട്ടെന്ന് കിട്ടി. അതിൻ്റെ അത്ഭുത സന്തോഷമായിട്ടാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ ഈ പോക്കിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടേം എക്സാം ആണ്. അപ്പോൾ ബുക്കൊക്കെ കൂടിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടി. മുടിഞ്ഞ ഭാരമായിരുന്നു ബാഗിന് എന്തായാലും. അപ്പോൾ ആദ്യമൊന്നും ഈ ടൈം പോകുന്നില്ല. അവരൊക്കെ ഇനിയിപ്പോൾ വിഷുവിൻ്റെ അവധിക്കാണ് പോകുന്നത്. ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. കാരണം 4 ദിവസം 5 ദിവസമൊക്കെ ഇത് അവധിയുണ്ട് ഈസ്റ്ററിൻ്റെ. ഇതേ ഞങ്ങളെപ്പോഴും നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട ബസ് കിട്ടാറില്ല. പിന്നെ വേറെ ബസ്സിലൊക്കെ കൂടി കയറിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി പോവാറ്. ഇത്തവണ ആ ബസ് കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നേരത്തെ എഴുന്നള്ളിയതാണ്. എന്നിട്ട് പോലും ആ ബസ് കിട്ടിയില്ല. ഞങ്ങളേലും മുന്നേ ആ ബസ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കിട്ടിയ ബസ്സിലൊക്കെ പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.